നിമിഷം വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികളെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. സാരംഗ്, സാരംഗിലേക്ക് നമുക്ക് എത്താം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. BSP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുന്ദരയ്ക്ക് പണവും ഒപ്പം തന്നെ മൊബൈൽ ഫോണും നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന് ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് കേസിന് ആധാരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. 6 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായിക്കൊണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായിക്കൊണ്ട് 6 പേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ സുരേന്ദ്രൻ കുറ്റവിമുക്തനെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ തന്നെ ഈ കേസ് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ സുന്ദരനെ നേരിട്ട് കോടതിയിലെത്തുകയും താൻ സ്വയം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതാണ് എന്ന തരത്തിൽ മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കേസ് കോടതി പരിഗണിക്കുകയും കെ സുരേന്ദ്രൻ കുറ്റവിമുക്തനാവുകയും ചെയ്തിരിക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതായിരുന്നു കെ സുരേന്ദ്രന്റെയും BJPയുടെയും വാദം. ആ വാദമാണ് ഇപ്പോൾ കോടതി ശരിവച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നെന്ന് പറയുന്നത്. നമുക്ക് അറിയേണ്ടത്, കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കോടതി പ്രതികളെ 6 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സാരംഗ് സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. SC/ST ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടതി. സാരംഗ്, കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വാദം കോടതിയിൽ ഉന്നയിച്ചത്. അതിനെ പൂർണ്ണാർത്ഥത്തിൽ കോടതി മുഖവിലക്കെടുത്ത് ശരിവെക്കുകയാണോ ചെയ്തത്? എങ്ങനെയാണ് ഇപ്പോൾ കുറ്റവിമുക്തരാകുന്നത്? അക്ഷയ, ആദ്യഘട്ടം തൊട്ട് തന്നെ BJP 3-3.5 വർഷമായി രാഷ്ട്രീയ വേട്ടയാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് എന്ന വാദമായിരുന്നു ഉയർത്തിയത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ആ ഒരു വിധിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്നത്. വിടുതൽ ഹർജി ഇന്ന് പരിഗണിക്കുന്ന സമയത്ത് 6 പ്രതികളെയും വെറുതെ വിടുന്ന ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല, സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് കേസായിട്ട് പോലും കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകളൊക്കെ തന്നെ ചുമത്തിയിരുന്നു. അതുപോലും നിലനിൽക്കുന്നില്ല. അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോഴയോ മറ്റോ ഒന്നും നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ടേക്ക് ഇത്തരത്തിൽ LDFന്റെയും UDFന്റെയും ഉന്നത നേതാക്കൾ കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് വെച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കേസ് ഉയർന്നു വന്നത് എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അക്ഷയ, സാരംഗ്, SC/ST ആക്ട് ഉൾപ്പെടെ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ കെട്ടിച്ചമച്ച കേസാണെന്നുള്ള കാര്യം അത് കോടതി അങ്ങനെ തന്നെ ശരിവെക്കുകയാണോ? കൂടുതൽ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? കോടതിയിൽ നിന്നും ഒന്നാം പ്രതിയാണ് വിടുതൽ ഹർജി സമർപ്പിച്ചിരുന്നത്. അത് അത്തരത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് നൽകിയ ഹർജി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ കേസിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള 6 പ്രതികളാണ് കേസിലുള്ളത്. 6 പ്രതികളെയും വെറുതെ വിടുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഏറെ സങ്കീർണമായ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വകുപ്പുകളും കേസിനോടൊപ്പം തന്നെ ചേർത്തിരുന്നു. അതും ഇപ്പോൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ഇനി മുന്നോട്ടേക്ക് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി മേൽക്കോടതികളിലേക്ക് അവർ പോകുമോ? അന്നത്തെ LDF സ്ഥാനാർത്ഥിയായ VV രമേശനായിരുന്നു കേസിലെ എതിർകക്ഷിക്കാരൻ. സുന്ദര അടക്കമുള്ള ആളുകൾ, കെ സുന്ദര അടക്കമുള്ള ആളുകൾ ആദ്യം നൽകിയിരുന്ന മൊഴിയും പോലീസിന് നൽകിയ മൊഴിയും പിന്നീട് കോടതിയിൽ നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും ശരിവെക്കുന്നതാണ് കോടതിയുടെ വിധി. അക്ഷയ, ശരി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായി ആദ്യം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള BSP സ്ഥാനാർത്ഥി സുന്ദരയുടെ നാമനിർദ്ദേശ പത്രിക പണവും മൊബൈൽ ഫോണും നൽകിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്ന കേസിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരും കുറ്റവിമുക്തരെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നു. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.